ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KZR സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ പഴയ ഫ്യൂസ് ആയിട്ടുള്ള ഒരു ട്യൂബ് ഉപയോഗിച്ച് ചെറിയ ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഇപ്പോൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വൈദ്യുതി ലാമ്പുകളുടെ അലങ്കാരത്തിനായിട്ട് നമ്മളുടെ ഗേറ്റിൻ്റെ അടുത്ത് അതുപോലെ തന്നെ വരാന്തയിലൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മളിതാ ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഇതിൽ ഉപയോഗിച്ച ലാമ്പ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോകണം. വൈദ്യുതി ഒന്നും ഉപയോഗിച്ചിട്ടല്ല, നമ്മൾ തീ ഉപയോഗിച്ച്, അതായത് നമ്മുടെ മണ്ണെണ്ണ വിളക്ക് പോലെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇത് വെച്ചാൽ നല്ല രസം ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കിയാൽ ഫ്രണ്ട്സ്, നമ്മളുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ഇതാ കണ്ടില്ലേ, ഈ ഒരു ട്യൂബിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു സംഭവം ഈ ഒരു ഭാഗം എടുത്ത് കളയാനുണ്ട്. അതുപോലെ തന്നെ ഇത് മൊത്തത്തിലൊന്ന് ഒഴിവാക്കിയതിന് ശേഷമേ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അതങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഭാഗം ചെറുങ്ങനൊന്ന് വലിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ആക്കി എടുത്തതിന് നമുക്ക് ഈ ഭാഗം ഒന്ന് പൊട്ടിച്ചെടുക്കണം. കാരണം ഇതുവഴി നമുക്ക് വെള്ളമൊക്കെ പറഞ്ഞിട്ട് ഈ ഉള്ളിലുള്ള ഈ ഫ്ലൂറസെൻ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് പൊട്ടിച്ച് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഫ്ലൂറസെൻ്റ് ഒന്ന് കഴുകിയെടുക്കണം. അതിന് നമ്മൾ ഇതിനകത്ത് കുറച്ച് മണലും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്താൽ തന്നെ ഈ ഫ്ലൂറസെൻ്റ് ഒഴിവാകും. അപ്പോൾ നമുക്ക് മണലും വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളം എടുക്കുക, ഉണ്ടല്ലേ. ഇനി ഇതുപോലെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് മണൽ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അതൊന്ന് ഒഴിവാക്കിയെടുക്കാം. ഇല്ലേ, നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മണൽ കൂടി ഒന്ന് ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ നമ്മളുടെ ട്യൂബ് നന്നായിട്ട് വൃത്തിയാവും. നേരത്തെ ഒഴിച്ചതുപോലെ വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഈ ഒരു ട്യൂബ് വെക്കാൻ വേണ്ടി ഒരു കുഴി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കുഴി എടുത്താലേ അത് നിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലത്തെ ഓരോ കുഴി എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴി എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡ് പോലെയുള്ള വസ്തുക്കൾ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കുഴി നമ്മൾ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ഇത് നിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഈ ട്യൂബ് നമ്മളിപ്പോൾ എടുത്ത് വെച്ച് ഈ കുഴിയിലേക്ക് വെച്ച് കഴിഞ്ഞു. നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഇതൊന്നും ഇവിടെ നിപ്പിച്ചെടുക്കണം. എന്നാലേ നമുക്ക് വെള്ളമൊക്കെ പാർന്ന് അതിൻ്റെ മുകളിൽ മണ്ണെണ്ണ പാർന്നിട്ട് ഇത് കത്തിച്ചെടുക്കാനാവും. അപ്പോൾ നമുക്ക് സൈഡിലുള്ള മണ്ണൊക്കെ കൂട്ടിയെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ട്യൂബ് നമ്മൾ അവിടെ നിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇത് കത്തിക്കാൻ വേണ്ട തിരി നമ്മൾ നേരത്തെ അതിൻ്റെ മുകളിൽ ഒഴിവാക്കിയെടുത്ത ഈ ഒരു അടപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തിരി കടത്തി വെക്കുകയാണ്. ഇതാണ് നമുക്ക് കത്തിച്ചെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇനി നമുക്ക് ട്യൂബിനകത്ത് കൂടി കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാൽ ഇത് കത്തിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മണ്ണെണ്ണയും കൂടി ഒഴിച്ച് നമ്മളുടെ തിരി ഇതിലേക്ക് വെക്കാൻ. കണ്ടില്ലേ, അപ്പോൾ ഇതിന് കുറച്ച് മണ്ണെണ്ണ ഇതിലേക്ക് ഒഴിക്കാം. മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ തിരി ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ കത്തിച്ചെടുക്കാം. താഴ്ത്തി വെച്ചതിന് ശേഷം കത്തിച്ചെടുക്കാം. നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമുക്ക് കാണാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനലായ KZR വ്ളോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ.